നമ്മുടെ ചാനലിൽ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രംപിന്റെ താരിഫ് പരിപാടി ഉണ്ടായിരുന്നല്ലോ, ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഇലോൺ മസ്കിനായിരുന്നു എന്നാണ്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഈ താരിഫിന്റെ ആ ഒരു വിത്തിൻ 3 ഡേയ്സിൽ തന്നെ ഇലോൺ മസ്ക് നേരിട്ടത്. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ താരിഫ് പരിപാടിയും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രംപ് ചെയ്തത് നമ്മുടെ ഇലോൺ മസ്കിനെ രക്ഷിക്കാനാണ് എന്നുള്ളത്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക? സിമ്പിൾ ആണ്. ഒന്ന് നോക്കിക്കേ, ലോകം മുഴുവനുള്ള എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് ആദ്യം താരിഫ് കൊടുത്തു. എന്നാൽ ഇപ്പോ ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും താരിഫ് 90 ദിവസത്തേക്ക് ആൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ചൈന മാത്രമാണ് അത് 145%, 145 അധിക താരിഫിൽ ആണ് ഇപ്പൊ ചൈന ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ട്രംപിന്റെ ഫസ്റ്റത്തെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരൊറ്റ ടാർഗറ്റേ ഉണ്ടായിരുന്നുള്ളൂ, ചൈന. ഇതിലെ സൈക്കോളജിക്കൽ, ഇതിന്റെ ബിഹൈൻഡിലുള്ള സൈക്കോളജിക്കൽ മൂവ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ആദ്യം താരിഫ് കൊടുത്തു. അപ്പൊ എല്ലാവരും ഒന്ന് പേടിച്ചു. എന്നിട്ട് എല്ലാവരുടെയും താരിഫ് ആൾ വിഡ്രോ ചെയ്തിരിക്കുകയാണ് 90 ദിവസത്തേക്ക്. ഇനി എല്ലാവരുടെയും ആവശ്യം എന്തായിരിക്കും? ഞങ്ങളുടെ മേലുള്ള താരിഫ് എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം. അപ്പൊ ആരും ഇനി ചൈനയെ പറ്റി ആലോചിക്കില്ല, നമ്മുടെ രാജ്യത്തെ പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി, പാകിസ്ഥാനെ പറ്റി, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനെ പറ്റി, അവരെ പറ്റി മാത്രമേ ഇനി അവർ ആലോചിക്കുള്ളൂ. ഞങ്ങളുടെ മേലുള്ള താരിഫ് എങ്ങനെയും നിർത്തലാക്കണം, ഞങ്ങൾ ചൈനയെ പറ്റിയിട്ടൊന്നും സംസാരിക്കാൻ വരുന്നില്ല. സോ ഇനി ചൈനയെ പറ്റി സംസാരിക്കാൻ അവിടെ ആരുമില്ല. ചൈനയാണെങ്കിലോ നമ്മുടെ അമേരിക്കയുടെ കാര്യം പോയിട്ട് പിടിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചൈനയുടെ മേലുള്ള ആ ഒരു താരിഫ് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കും. ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആർക്കാണ് ഉപയോഗം എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലോൺ മസ്ക് അണ്ണന് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇലോൺ മസ്ക് അണ്ണന്റെ 2 ബിസിനസ് മേഖലകൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന് നമ്മുടെ ടെസ്ല കാർ കമ്പനിയാണ്, അതായത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണ കാർ കമ്പനി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ബിസിനസ് മേഖലയായിട്ടുള്ള XAI എന്ന് പറയുന്ന നമ്മുടെ ChatGPT, DeepSeek പോലെയുള്ള ഒരു ചാറ്റ് ബോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് 2 കമ്പനികൾ കൂടി കാണേണ്ടി വരും. ഈ 2 കമ്പനികൾ നമ്മുടെ ചൈനയിൽ നിന്ന് ഒറിജിനേറ്റ് ആയിട്ടുള്ള കമ്പനിയാണ്. ഒന്നാമത്തെ കമ്പനി എന്ന് പറയുമ്പോൾ BYD എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. രണ്ടാമത്തെ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ DeepSeek, ChatGPTയും XAI എന്ന് പറയുന്ന ഇലോൺ മസ്കിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ട് പോലെയുള്ള നമ്മുടെ DeepSeek എന്ന് പറയുന്ന കമ്പനിയാണ്. ഇനി നമുക്ക് ഈ 2 കമ്പനികൾ തമ്മിലുള്ള, അതായത് DeepSeekഉം BYDയും അതേപോലെ തന്നെ ഇലോൺ മസ്കിന്റെ 2 കമ്പനിയായിട്ടുള്ള ടെസ്ല ആൻഡ് XAI എന്ന് പറയുന്ന ഈ കമ്പനികൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, സിമ്പിൾ കമ്പാരിസൺ എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടെസ്ല കമ്പനി എടുക്കാം. ടെസ്ല കമ്പനി ഓഫർ ചെയ്യുന്ന, അവരുടെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ഓഫർ ചെയ്യുന്ന ആ ഒരു ചാർജിങ് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 500 കിലോ വാട്ടിന്റെ ബാറ്ററിയാണ്. ഈ 500 കിലോ വാട്ടിന് അവർക്ക് ആ ഒരു കാറിന് ഓടാൻ സാധിക്കുക 270 കിലോമീറ്റർ ആണ്. ഫുൾ ചാർജ് ആവാൻ ഈ ടെസ്ല കമ്പനിയുടെ കാർ എടുക്കുന്ന ഒരു 2 മണിക്കൂർ ടൈമാണ്. അതേപോലെ തന്നെ മേ ബി ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 1 കോടിയിലിരുന്ന്, നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ 1 കോടിയിലിരുന്ന് 1,20,00,000 രൂപയുടെ ആ ഒരു റേഞ്ചിലാണ് ഇത് വരിക. ചൈനയുടെ ആ ഒരു കമ്പനിയായിട്ടുള്ള BYDനെ എടുക്കാം. BYDനെ എടുക്കുകയാണെങ്കിൽ അവിടെയാണ് ഹ്യൂജ് ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അവരുടെ ആ ഒരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 കിലോ വാട്ടാണ്, നമ്മുടെ ടെസ്ലേനെക്കാട്ടും ഡബിൾ. അതേപോലെ തന്നെ ഇവരുടെ ഈ 1000 കിലോ വാട്ട് വെച്ചിട്ട് ആ ഒരു കാറിന് എത്ര കിലോമീറ്റർ പോകാൻ സാധിക്കുമെന്ന് നോക്കുകയാണെങ്കിൽ 480 കിലോമീറ്റർ പോകാൻ സാധിക്കും. അടുത്തൊരു വലിയൊരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ടൈം, ഇത് ഫുൾ ചാർജ് ആകാൻ എടുക്കുന്ന ടൈം ചോദിക്കുകയാണെങ്കിൽ വിത്തിൻ 15 മിനിറ്റ്, 15 മിനിറ്റിനുള്ളിൽ ഇത് ഫുൾ ചാർജ് ആവും. അടുത്തൊരു അടിപൊളി ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ മാക്സിമം ഒരു 40 to 45 ലക്ഷം രൂപയാണ് ഈ ഒരു കമ്പനിയുടെ കാറിന് വരാൻ പോകുന്നത്. സോ ഹ്യൂജ് ഡിഫറൻസ് ആണ്. അതേപോലെ തന്നെ സ്പെസിഫിക്കേഷൻ, മറ്റു രീതിയിലുള്ള എല്ലാ അഡ്വാൻസ് ടെക്നോളജി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു BYD തന്നെയാണ് എന്തുകൊണ്ടും മുന്നിൽ നിൽക്കുന്നത്. സോ സാധാരണ ആൾക്കാർ എന്താ ചിന്തിക്കുക, നമ്മുടെ രാജ്യത്തേക്ക്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ് ടെസ്ല. ഈ ടെസ്ലയ്ക്ക് 1 കോടി രൂപയാണ്. എന്നാൽ അതിനേക്കാൾ നല്ല സ്പെസിഫിക്കേഷൻസോട് കൂടിയിട്ട് BYD വരികയാണെങ്കിൽ 40 ലക്ഷം രൂപയ്ക്ക് കിട്ടും. ടെസ്ല കിട്ടണമെങ്കിൽ 1 കോടി കൊടുക്കണം. സോ അമേരിക്കക്കാരെന്താ ചിന്തിക്കുക, എനിക്ക് BYD മതി, ടെസ്ല വേണ്ടെന്ന് പറഞ്ഞാൽ ടെസ്ല അവിടെ ഷെയർ പ്രൈസ് എല്ലാം എന്ന് പറഞ്ഞിട്ട് കീഴോട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു താരിഫ് എത്ര കൊണ്ടുവന്നിരിക്കുന്നത്, 125% താരിഫ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 40 ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു താരിഫ് വഴിയായിട്ട് ഏകദേശം 1 കോടി രൂപയുടെ അടുത്തെത്തി. സോ അമേരിക്കക്കാരൻ എന്താ ചിന്തിക്കുക, എനിക്ക് ടെസ്ല തന്നെ മതി, കാരണം ഇത് നല്ലൊരു കമ്പനിയാണ്, പിന്നെ നമ്മുടെ കമ്പനിയാണ്, അതേ റേറ്റ് തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു അഭിപ്രായത്തിൽ തന്നെ അവിടെ ഒരു നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ താരിഫ് വഴിയായിട്ട് ഇപ്പം വന്നിട്ടുണ്ട്. അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ XAI എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട്, നമ്മുടെ ChatGPT പോലത്തെ ഒരു സംഭവം, അത് ഉണ്ടാക്കുവാനായിട്ട് നമ്മുടെ ഇലോൺ മസ്കിന്റെ ചെലവ് എത്രയാന്ന് നോക്കുകയാണെങ്കിൽ 4000 കോടി അമേരിക്കൻ ഡോളേഴ്സ്, അതായത് നമ്മുടെ ഇന്ത്യൻ മതിപ്പിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു റുപ്പി കണക്കിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷം കോടി രൂപ. അടുത്തത് നമ്മുടെ DeepSeekന്റെ ചെലവ് എത്രയാണെന്നറിയോ? വെറും 60 കോടി രൂപ.
നമ്മുടെ ഡീപ് സീക്കിന് 60 കോടിയാണെങ്കിൽ നമ്മുടെ എലോൺ മസ്കിന്റെ ആ ഒരു AI ടൂളിന് വരുന്നത് 4 ലക്ഷം കോടി രൂപയാണല്ലോ ഇന്ത്യൻ മതിപ്പിൽ. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു താരിഫ് വാറ് നമ്മുടെ USA ചൈനയ്ക്കെതിരെ തൊടുത്തു വിട്ടിരിക്കുന്നത്. മെയിൻലി നമ്മുടെ ഈ ഒരു ഇലോൺ മസ്കിന്റെ കമ്പനിക്ക് നേരിട്ട ഹ്യൂജ് ഡിഫറൻസ്, വലിയൊരു നഷ്ടം തടയുവാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് കമ്പനികളും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡീപ് സീക്ക് കൂടുതലായിട്ട് നമ്മുടെ ഇവിടേക്ക് വരാതിരിക്കാൻ, USA വരാതിരിക്കുവാനും BIDയും ഡീപ് സീക്കും വന്നിട്ട് അവിടെ ആധിപത്യം പുലർത്താതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും വലിയൊരു താരിഫ് ചൈനയ്ക്ക് മേൽ ഇപ്പം USA ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഫീൽഡും ഹാർലി ഡേവിഡ്സണും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ എൻഫീൽഡ് നമുക്കൊരു 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഹാർലി ഡേവിഡ്സൺ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഒരു 10 to 12 ലക്ഷം രൂപ എടുത്ത് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും വലിയ ഹ്യൂജ് ഡിഫറൻസ് ഇതിന് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഹാർലി ഡേവിഡ്സണിൽ ചുമത്തിയിരിക്കുന്ന നികുതിയാണ് മാക്സിമം. അല്ലെങ്കിൽ നമുക്കൊരു 5 to 6 lakhs ഈ ഹാർലി ഡേവിഡ്സൺ കിട്ടും. ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഓൺ കമ്പനി ആയിട്ടുള്ള ആ ഒരു ഈസ്റ്ററിന് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടാണ് പുറത്തുനിന്നുള്ള ആ കമ്പനിയിൽ കൂടുതൽ നികുതി, ടാക്സ് അല്ലെങ്കിൽ താരിഫ് നമ്മൾ ചുമത്തിയിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉപകാരം നമ്മുടെ രാജ്യത്തിന് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിലുള്ള ആ ഒരു തൊഴിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി കൂടുതലാകുകയും നമ്മുടെ രാജ്യത്തുള്ള കമ്പനിക്ക് തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ മുൻപ് പറഞ്ഞ ഹാർലി ഡേവിഡ്സന്റെയും റോയൽ എൻഫീൽഡിന്റെയും കമ്പാരിസൺ ഒരു ഉദാഹരണം എന്ന രീതിയിൽ മാത്രം എടുത്താൽ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്പെക്കിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയും വർക്കാകാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആ ഒരു അമേരിക്കക്കാർ കൂടുതൽ ടെസ്ല കാറുകളും അതേപോലെ തന്നെ അവർ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങും. അമേരിക്കയിൽ ചൈനയുടെ ആധിപത്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. മെയിൻലി എനിക്ക് തോന്നുന്നു ഇതൊരു താരിഫിന്റെ നാടകം സംഭവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലോൺ മസ്കിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലോൺ മസ്കിന്റെ ആ ഒരു 2 കമ്പനി ആയിട്ടുള്ള XAIയും അതേപോലെ തന്നെ ടെസ്ലയും ഈ ഡീപ് സീക്കിൽ നിന്നും BYDയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നാടകം ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചൈനയ്ക്ക് മുകളിൽ ഈ ഒരു താരിഫ് അല്ലെങ്കിൽ 125 താരിഫ് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും ചോദിക്കും, എങ്ങനെ പോലും ചോദിക്കും എന്തുകൊണ്ടാണ് ചൈനയെ ഒറ്റപ്പെടുത്തുന്നത്, ചൈനയ്ക്ക് മാത്രം താരിഫ് എന്ന് പറയുന്ന കാര്യം. എന്നാൽ ഇത് എല്ലാവരുടെയും മേത്തിട്ടിട്ട് അതിനുശേഷം എല്ലാവരും ഒഴിപ്പിച്ച് ചൈനയ്ക്ക് വേണ്ടി മാത്രം നിർത്തുമ്പോൾ ഇപ്പം ഇനി ആരും ചോദിക്കില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും ഒരു പേടി, നമ്മുടെ രാജ്യത്തിന് മേൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുന്ന അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ അവരുടെ സേഫ്റ്റി നോക്കും. ചൈന ഓക്കെ അവർ ആ കാര്യം ഫേസ് ചെയ്തോട്ടെ എന്നുള്ളൊരു കാര്യത്തിൽ തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുക. അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മുടെ ഇലോൺ മസ്കിനെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇലോൺ മസ്കിനെ ലോകത്തിൻ്റെ ഏറ്റവും വലിയൊരു ധനികൻ എന്നുള്ള ആ ഒരു പട്ടികയിൽ നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നാടകം ഡയറക്റ്റായിട്ട് കളിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വരും നാടുകളിൽ കാണാം. അതായത് ഈ 90 ദിവസം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, അതായത് ട്രംപ് എന്ന് പറയുന്നത് പൊട്ടനാണ്, അല്ലെങ്കിൽ ഒരു ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത ആളാണെന്നൊക്കെ. എനിക്ക് തോന്നുന്നു ട്രംപിൻ്റെ അടുത്ത് ഇതിനാട്ടം വലിയ എക്സ്പേർട്സുകൾ ഉണ്ടാവും, ഫിനാൻഷ്യൽ എക്സ്പേർട്സ്. അവരുടെ ആ ഒരു നിർദ്ദേശവും എല്ലാ കാര്യങ്ങളും ഇതിന് പിറകിലുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം ആർക്കാണ് ഇത് കൂടുതൽ അനുകൂലമായിട്ട് ഭാവിക്കാൻ പോകുന്നത്, ചൈനയ്ക്കാണോ അല്ലെങ്കിൽ നമ്മുടെ അമേരിക്കയ്ക്കാണോ. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങൾക്കായിരിക്കും, ഇന്ത്യ യൂറോപ്പ് പോലുള്ള മറ്റ് രാജ്യങ്ങൾക്കായിരിക്കും കുറച്ചും കൂടി കൂടുതൽ ഈ ഒരു താരിഫ് പരിപാടിയിൽ ഉപകാരം കിട്ടാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും മോഡി അണ്ണൻ കുറച്ചും കൂടി സൈലൻ്റായിട്ട് ഇതിനെ നല്ല രീതിയിൽ വീക്ഷിച്ച് കാണുന്നത്. സോ എന്ത് തന്നെയായിരുന്നാലും നമ്മൾ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഇന്നർ കോർ ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.